നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലെ ഹാർദിക് പട്ടേലിന്റെ പ്രസംഗത്തിനിടയിൽ കരണത്തടി. ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിയിൽ കയറിയ യുവാവ് ഹാർദിക്കിന്റെ മുഖത്തടിക്കുകയായിരുന്നു. ഈയിടെ കോൺഗ്രസിൽ ചേർന്ന ഹാർദിക് പാർട്ടിക്കായി കടുത്ത പ്രചരണത്തിലാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് ഹാർദിക് കോൺഗ്രസിലെത്തിയത്. BJP വിട്ട് കോൺഗ്രസിൽ വന്ന ഹാർദിക് പട്ടേൽ തെരഞ്ഞെടുപ്പ് വേദികളിലെ കോൺഗ്രസിന്റെ സജീവ പ്രചാരകനാണ്. ഹാർദിക് പങ്കെടുക്കുന്ന യോഗത്തിൽ വലിയ ജനാവലി ഉണ്ടാകാറുണ്ട്. ഗുജറാത്തിലെ കോൺഗ്രസ് പ്രചാരണ വേദിയിലാണ് ഹാർദിക്കിന് ചെകിട്ടത്ത് മർദ്ദനമേറ്റത്. ഉടൻ തന്നെ പ്രവർത്തകർ അക്രമിയെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്ന് ഹാർദിക് പട്ടേലിന്റെ ആരോപണം. 3 ആഴ്ച മുൻപ് ഹാർദിക് പട്ടേൽ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നതിലുള്ള വിരോധമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും സ്വാധീനമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരകനാണ് ഹാർദിക് പട്ടേൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മഹിസാഗർ ജില്ലയിൽ രാവിലെ ഹാർദിക്കിന്റെ ഹെലികോപ്റ്റർ കൃഷിസ്ഥലത്ത് ഇറക്കാൻ കർഷകൻ അനുമതി നൽകാതിരുന്നതുകൊണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലുനാവാഡയിലേക്ക് 100 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. പട്ടേൽ പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ പേര് ഹാർദിക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കർഷകൻ വിനയ് പാണ്ടേൽ ആരോപിച്ചു. പ്രസംഗത്തിൽ ഹാർദിക് ഇതിനെ വിമർശിച്ചിരുന്നു. കോൺഗ്രസിന് വേണ്ടി പങ്കെടുക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതേസമയം ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേർന്നതിൽ പട്ടേൽ സമുദായത്തിലെ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ BJP ദേശീയ ആസ്ഥാനത്തെ വാർത്താ സമ്മേളനത്തിനിടെ BJP നേതാവിന് നേരെ ഷൂസേർ ഉണ്ടായിരുന്നു. BJP വക്താവും MPയുമായ GVL നരസിംഹറാവു സംസാരിക്കുന്നതിനിടെയാണ് ഷൂസേർ ഉണ്ടായത്. മലേഗാവ് സ്ഫോടന കേസ് പ്രതി സ്വാതി പ്രജ്ഞയെ ഭോപ്പാലിലെ BJP സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നരസിംഹറാവു. ഇതിനിടെ കാൺപൂർ സ്വദേശി ഡോക്ടർ ശക്തി ഭാർഗവ് ഡയസിലേക്ക് ഷൂസ് എറിയുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ശക്തി ഭാർഗവിനെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് BJP ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കേരളത്തിൽ പരസ്പര സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിഹത്യകളും സൈബർ ആക്രമണങ്ങളും തുടർക്കഥയാകുമ്പോൾ കേന്ദ്രത്തിൽ ഷൂസേറുകളും മർദ്ദനങ്ങളും തുടർക്കഥയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.